നമസ്കാരം. UDF സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രതിരോധത്തിലാക്കി IT അടിസ്ഥാന സൗകര്യ വികസന പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലെ വിവാദ ഉദ്യോഗസ്ഥ നിയമനങ്ങൾ. ദേവസ്വം മന്ത്രി കെ മുരളീധരൻ കർശനമായി തള്ളിക്കളഞ്ഞ നിയമന ഫയൽ ഉന്നത IAS ഉദ്യോഗസ്ഥന്റെ കൈവശം കുടുങ്ങിക്കിടക്കുന്നത് സതീശൻ സർക്കാരിനുള്ളിലെ വലിയൊരു ഭരണ പ്രതിസന്ധിക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. റിട്ടയർഡ് IAS ഉദ്യോഗസ്ഥനായ ഡോക്ടർ സന്തോഷ് ബാബു, ഡോക്ടർ KP നൌഫൽ എന്നിവരെ ദേവസ്വം ബോർഡിന്റെ ഡിജിറ്റൽ നവീകരണ ചുമതലയിൽ നിയമിക്കാനുള്ള ഉദ്യോഗസ്ഥല നീക്കമാണ് മന്ത്രിതലത്തിൽ കടുത്ത എതിർപ്പിന് കാരണമായത്. ഈ ഉദ്യോഗസ്ഥരുടെ മുൻകാല പശ്ചാത്തലമാണ് വിഷയത്തിൽ പ്രധാന തടസ്സമായി നിൽക്കുന്നത്. ദേവസ്വം മന്ത്രി ഇവരുടെ നിയമനത്തെ ഇപ്പോഴും എതിർക്കുകയാണ്. മുൻ LDF ഭരണകാലത്തെ പദ്ധതികളായ കിഡ്ഫ്ര, കെ ഫോൺ, ഇൻഫർമേഷൻ കേരള മിഷൻ എന്നിവയിൽ സജീവമായിരിക്കെ ക്രമക്കേട് ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്നാണ് ഡോക്ടർ സന്തോഷ് ബാബുവിനെ അന്ന് ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നത്. സ്വകാര്യ IT കമ്പനികളിൽ സ്വന്തമായി ഡയറക്ടർ പദവിയും ബിസിനസ് താല്പര്യങ്ങളുമുള്ള വ്യക്തികളെ ദേവസ്വം ബോർഡിന്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ നിയന്ത്രിക്കുന്ന തസ്തികയിലേക്ക് കൊണ്ടുവരുന്നത് വലിയ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും ഇടയാക്കുമെന്ന വിമർശനം ഇതിനോടകം ശക്തമായിട്ടുണ്ട്. മുൻ ഇടതു സർക്കാരിന്റെ കാലത്ത് വിവാദങ്ങളിൽപ്പെട്ടവരെ വീണ്ടും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്ക് പുനരധിവസിപ്പിക്കാൻ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഇത്തരം ഗൂഢനീക്കങ്ങളിൽ ഭരണപക്ഷത്തിനുള്ളിൽ തന്നെയുള്ള ജനപ്രതിനിധികൾക്കിടയിലും കടുത്ത അമർഷം പുകയുന്നുണ്ട്. മാധ്യമ റിപ്പോർട്ടുകളുടെയും ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഡോക്ടർ സന്തോഷ് ബാബുവിനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കാനുള്ള നിർദ്ദേശം അടങ്ങിയ ഫയൽ ദേവസ്വം മന്ത്രി കെ മുരളീധരൻ നേരിട്ട് തന്നെ നിരസിക്കുകയായിരുന്നു. എന്നാൽ വകുപ്പ് മന്ത്രി കൃത്യമായി നിരസിച്ചു മടക്കിയ ഫയൽ ഉദ്യോഗസ്ഥർ ബോർഡിലേക്ക് തിരിച്ചയക്കാതെ തടഞ്ഞു വെച്ചിരിക്കുന്നതാണ് ഭരണതലത്തിൽ സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള ഏകോപനമില്ലായ്മ വെളിവാക്കുന്നത്. സാധാരണ നിലയിൽ ഇത്തരം ഫയലുകൾ ക്ലോസ് ചെയ്യാറാണ് പതിവ്. എന്നാൽ ഇവിടെ ഇത് സജീവമായി തുടരുന്നു. മുഖ്യമന്ത്രിയിലേക്ക് ഫയൽ എത്തിച്ചാൽ അത് പലവിധ ചർച്ചകൾക്കും വഴിവെക്കും. സർക്കാരിന്റെ ഓഫീസ് ട്രാക്കിംഗ് വിവരങ്ങൾ പ്രകാരം ഔദ്യോഗിക ഫയൽ നിലവിൽ റവന്യൂ ദേവസ്വം വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം IASന്റെ കൈവശമാണുള്ളത്. ദേവസ്വം മന്ത്രി നിരസിച്ച നിർദ്ദേശം മറികടന്ന് ഫയൽ മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസിന്റെ പരിഗണനയ്ക്കായി എത്തിക്കാനാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ പ്ലാൻ. വകുപ്പ് മന്ത്രി തള്ളിയ വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ എന്തുതരം തീരുമാനമെടുക്കുമെന്നതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ നിർണായക തീരുമാനം മറികടന്ന് മുഖ്യമന്ത്രി ഈ നിയമനത്തിന് പച്ചക്കൊടി കാട്ടിയാൽ അത് UDF മന്ത്രിസഭയ്ക്കുള്ളിലെ ഭിന്നത മറനീക്കി പുറത്തു കൊണ്ടുവരികയും സർക്കാരിന്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയ്ക്ക് കനത്ത മങ്ങലേൽപ്പിക്കുകയും ചെയ്യും. ക്ഷേത്രഭരണത്തിലും വിശ്വാസികളുടെ പണത്തിലുമുള്ള ഇത്തരം കമ്പ്യൂട്ടറൈസേഷൻ കളികൾ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന നിലപാടിൽ ഭക്തജന സംഘടനകളും LDFും ഉറച്ചു നിൽക്കുമ്പോൾ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി VD സതീശൻ എടുക്കുന്ന നിലപാട് സർക്കാരിന്റെ സുതാര്യത സംബന്ധിച്ച നിർണായകമായി മാറും. അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കണക്കുകളും പരിശോധനകളും സുതാര്യമാക്കുന്നതിനായി നടപ്പിലാക്കുന്ന സമഗ്ര ഡിജിറ്റൽ വൽക്കരണ പദ്ധതിയുടെ മറവിൽ വലിയ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും നീക്കം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും പുറത്തു വന്നിരുന്നു. മറുനാടനായിരുന്നു വാർത്ത പുറത്തുവിട്ടത്. 70 കോടി രൂപ ചെലവഴിക്കുന്ന ഈ വൻകിട പദ്ധതിയുടെ നടത്തിപ്പിനായി രൂപീകരിച്ച പ്രത്യേക പദ്ധതി നിർവഹണ സമിതിയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഭരണപരമായ തീരുമാനങ്ങൾ അങ്ങേറ്റം ദുരൂഹവും നിയമവിരുദ്ധവുമാണെന്ന ആരോപണമായിരുന്നു ഉയർന്നിരുന്നത്. പൊതു ടെൻഡർ നടപടികളെയും സുരക്ഷാ മാനദണ്ഡങ്ങളെയും അട്ടിമറിച്ച് ഒരു പ്രത്യേക ഉദ്യോഗസ്ഥ സംഘത്തിലേക്ക് പദ്ധതി എത്തിക്കാൻ നടത്തിയ നീക്കങ്ങളാണ് പുറത്തു വന്നത്. സർക്കാർ സ്ഥാപനത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും ഡോക്ടർ സന്തോഷ് ബാബു തന്റെ സ്വാധീനം ഉപയോഗിച്ച് വിവിധ പദ്ധതികളിൽ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാൻ സഹായിച്ച 3 ഉദ്യോഗസ്ഥരെ കൂടെ കൂട്ടി കാരകുളത്ത് പുതിയൊരു സമാന്തര ഓഫീസും ആരംഭിച്ചിട്ടുണ്ട്. ദേവസ്വം മന്ത്രിയെ പോലും മുൻകൂട്ടി അറിയിക്കാതെ സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് മുഖേന ഈ സംഘം പുതിയ നിയമനങ്ങൾ നടത്താൻ തുടങ്ങിയിരിക്കുന്നതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. സന്തോഷ് ബാബുവും നൌഫലും സർക്കാരിനെ അറിയിക്കാതെ സ്വന്തമായി കമ്പനികൾ നടത്തുന്നവരാണെന്നതും അഴിമതിയുടെ ആഴം കൂട്ടുന്നു.